ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 394 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 23,306 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് 53,708 ക്ലോസ് ചെയ്തപ്പോൾ 1,102 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 1,244 പോയിൻറ്റ്സ് ഉയർന്ന് 55,331 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് 401 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 15,896 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വെക്സ് എന്ന് 24.64 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 1,205 പോയിൻറ്റ്സ് ഉയർന്ന് 75,273 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 5,429 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII സെല്ലിങ്ങിൻ്റെ റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. 1,805 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII. നാളെ മാർക്കറ്റ് അവധിയാണ്. ഇനി അടുത്ത മാർക്കറ്റ് ഫ്രൈഡേ ഉണ്ടാകത്തുള്ളൂ. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സ് എന്ന ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 25,058 ക്ലോസ് ചെയ്തപ്പോൾ 543 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി എനർജി 35,556 ക്ലോസ് ചെയ്തപ്പോൾ 474 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,056 ക്ലോസ് ചെയ്തപ്പോൾ 574 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി FMCG 47,283 ക്ലോസ് ചെയ്തപ്പോൾ 875 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 291 പോയിൻറ്റ്സ് ഉയർന്ന് 14,520 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 153 പോയിൻറ്റ്സ് ഉയർന്ന് 8,887 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 22 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 29,671 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ 1,311 ക്ലോസ് ചെയ്തപ്പോൾ 14 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മെറ്റൽ 11,342 പോയിൻറ്റ്സിൽ ക്ലോസ് ചെയ്തപ്പോൾ 283 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 77 പോയിൻറ്റ്സ് ഉയർന്ന് 10,956 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ എന്ന് 22,679 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 439 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 8,581 ക്ലോസ് ചെയ്തപ്പോൾ 223 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 18 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 692 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ മൺഡേ 22,512 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 22,912 ക്ലോസ് ചെയ്തു. ഇന്ന് വെനസ്ഡേ 23,306 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 191 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. 0.83% റാലി നടത്തി. നിഫ്റ്റി 50 ലാസ്റ്റ് ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,306 നിൽക്കുമ്പോൾ 10.80% ലോസാണ് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 31 മാർച്ച് 2025 23,519 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,306 നിൽക്കുമ്പോൾ 0.91% ലോസ് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ 12 മാസമായിട്ട്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,313 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 697 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗൈനസ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് 5.80% റാലി നടത്തി. അൾട്രാടെക് 4.09% റാലി നടത്തി. ബജാജ് ഫിനാൻസ് 3.98% റാലി നടത്തി. ഗ്രാസിം 3.86%. അദാനി എൻ്റർപ്രൈസ് 3.78%. L&T 3.77%. ടൈറ്റൻ 3.59%. ഇൻ്റർഗ്ലോബ് 3.47%. ട്രെൻഡ് 3.37% ആൻഡ് ഡോക്ടർ റെഡ്ഡി 3.26% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടെക് മഹീന്ദ്ര 1.69% ഫോളോ കണ്ടു. പവർ ഗ്രിഡ് 1.34% ഫോളോ നടത്തി. TCS 0.89% ആൻഡ് ഭാരത് ഇലക്ട്രിക് 0.24% ഫോളോ ആണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോസെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ US ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ വരുന്നുണ്ട് 26 മാർച്ചിന്. ഇതാണ് ഇന്നത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് ഫ്രൈഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.